ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിനൊക്കെ വിളിച്ചില്ലേ. മഞ്ഞുമേൽ ബോയ്സിലെ കുട്ടേട്ടൻ സുഭാഷിനെ വെളിച്ചം കാട്ടിയതുപോലെ അതുക്കും മേലെ താങ്കൾ അബ്ദുറഹീമിനെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഉടനെ മോചിതനായി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്തെത്തിക്കാൻ എത്രയും പെട്ടെന്ന് വിധിയാക്കട്ടെ. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗും കുക്കിങ്ങും ഒന്നുമല്ല. ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഉമ്മയുടെയും മോൻ്റെയും 18 വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം സങ്കടവുമുള്ള ഒരു വീഡിയോ ആണിത്. 75 വയസ്സുള്ള ഒരു ഉമ്മ ഒരു മകന് വേണ്ടിയിട്ട് 18 വർഷമായി കാത്തിരിക്കുകയാണ്. ആ ഉമ്മയുടെ സങ്കടം ബോച്ച ഏറ്റെടുത്തപ്പോഴുള്ള ആ ഒരു നിമിഷം തൊട്ട് തന്നെ നമ്മുടെ കേരളത്തിലെ മതേതരത്വം തീർച്ചയായും ഞാൻ കേരളത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നു. ബോച്ച സാറിൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് ദിവസങ്ങളായി ഇപ്പോൾ സാറിൻ്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉന്നത വ്യക്തികളുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം അബ്ദുൽ റഹീമിനെ മോചിപ്പിക്കാനായിട്ട് 34 കോടി, കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 34 കോടി രൂപ സമാഹരിച്ചപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. താങ്കളാണ് സാർ ഞങ്ങളുടെയൊക്കെ ഹീറോ. ഇപ്പോൾ അല്ല, ഈ ലോകത്തിൻ്റെ തന്നെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് സാറ്. ഇപ്പോഴും ബോച്ച സാറ് പറയുന്നത് മകനക്ക് ജോലി, തിരിച്ച് വന്നു കഴിഞ്ഞാൽ മകനക്ക് ജോലി, പിന്നെ ആ ഉമ്മയെ കാണാനും ഇതുവരെ പോയിട്ടില്ല. ഇനി മകൻ വന്നതിന് ശേഷമാണ് ഉമ്മയെ കാണാൻ പോകുന്നത്. അബ്ദുൾ റഹീമിനെ ഉമ്മയെ ഏൽപ്പിക്കണം, കണ്ണീര് കാണേണ്ട, സന്തോഷം മതി എന്നൊക്കെയാണ് സാറ് പറയുന്നത്. അപ്പോൾ ഓരോ വാക്കുകളും ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളാണ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഈ വീഡിയോ പ്രേക്ഷകർക്കായിട്ട് എനിക്കറിയാവുന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഒരുപാട് സങ്കടം ഉള്ള ഒരു അവസ്ഥയാണ്. എത്രയോ വർഷമായിട്ട് ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. മറ്റുള്ള സന്തോഷങ്ങളിലൊന്നും മറ്റുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ ആ ഉമ്മ ഈ മകന് വേണ്ടി കാത്തിരുന്ന് അള്ളാഹു ആ ഉമ്മക്ക് ഒരുപാട് ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് ആ മകനുമൊത്ത് ഒരുപാട് സന്തോഷത്തോട് കാലം ജീവിക്കാൻ അത് വിദ്യയാക്കി കൊടുക്കട്ടെ. അതിൻ്റെ സങ്കടം എത്ര പറഞ്ഞാലും അറിയില്ല. ഒരു ഉമ്മ നാട്ടിലായിരിക്കുമ്പോൾ മക്കൾ ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യാനായിട്ടും പുറത്ത് എന്തെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഒരുപാട് സങ്കടമായിരിക്കും. അവർ തിരിച്ചെത്തുന്നത് വരെയും അവരെ കാണാനും. അപ്പോൾ ആ ഒരു ഉമ്മ ഒരുപാട് വർഷം എങ്ങനെ സഹിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തോടെ ജീവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഉമ്മാക്കും മകനും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ബോച്ച ഇടപെട്ട വലിയ സംഭവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും വലിയ ഇടപെടലായിരുന്നു. എല്ലാവരും കളിയാക്കിയിരുന്നു ബോച്ച സാറ്. ജാതിയും മതവും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങണം, അതും പറഞ്ഞുകൊണ്ടാണ് സ്വന്തം വാഹനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെരുവിലിറങ്ങി എല്ലാവരുടെയും സഹായം ബോച്ച നേടിയത്. മഞ്ഞുമേൽ ബോയ്സിലെ കുട്ടേട്ടൻ സുഭാഷിനെ വെളിച്ചം കാട്ടിയതുപോലെ അതുക്കും മേലെ താങ്കൾ അബ്ദുറഹീമിനെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഉടനെ മോചിതനായി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്തെത്തിക്കാൻ എത്രയും പെട്ടെന്ന് വിധിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ KMCC ചെറുതും വലുതുമായ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് മാത്രം ആണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ സാറിനും പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.